ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അനിയത്തിയുടെ കോൺവെക്കേഷൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് വേളി എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് വില്ലേജ് ആണ്. ഒരു ചെറിയ എൻട്രി ഫീസ് ഉണ്ട്, ഏകദേശം എനിക്ക് തോന്നുന്നു 20 രൂപ എന്താണ് ഒരാൾക്ക്. ആ എൻട്രി ഫീസിൽ ഒരു നല്ല ഗാർഡൻ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതുപോലെ എൻ്റെ മെയിനായിട്ട് എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് അവിടുത്തെ ട്രെയിൻ ആണ്. ഒരു 50 രൂപയാണ് ഒരു ആളുടെ ടിക്കറ്റ്. പക്ഷെ 50 രൂപയ്ക്ക് അത് വർത്തിട്ടാന്ന് തന്നെ ഞാൻ പറയും. കാരണം ഏകദേശം ഒരു 15 മിനിറ്റോളം ഒരു ട്രെയിൻ യാത്രയാണ്. ശരിക്കും ആ ഗാർഡൻ മുഴുവൻ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ കാണാൻ പറ്റും. അവിടെ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ ട്രെയിൻ ഈ യാത്ര എൻജോയ് ചെയ്തായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ ട്രെയിൻ എന്നിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ട്, ബ്രിഡ്ജ് ക്രോസ് ചെയ്യും. ഇതിന്റെ പാളങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ട്രെയിനിന്റെ പാളങ്ങൾ പോലെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും വരിക. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയതെന്ന് പറയുന്നത് ഇവിടെ ബീച്ചുണ്ട്, വേളി ബീച്ച്. ഇവിടുത്തെ ബീച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴയും കടലും കൂടി ഒന്നിക്കുന്നതാണ്. എല്ലായിടത്തും നമുക്കിത് കാണാൻ പറ്റില്ലല്ലോ, അപ്പോൾ ചില സ്ഥലങ്ങളിൽ മാത്രമല്ലേ ഇങ്ങനെയുള്ളൂ. പക്ഷെ ഇവിടെ ആകെ 6:30 വരെ സമയമുള്ളൂ. സോ അതിന് മുന്നേ തന്നെ നമ്മൾ വരണം. ഇതാണ് ആ സ്ഥലം, പുഴയും കടലും കൂടി ഒന്നിക്കുന്നു. ആൻഡ് ഇവിടുത്തെ സൺസെറ്റ് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ആൾക്കാർക്കൊക്കെ ഇവിടെ എന്തായാലും വരാം, ഇടയ്ക്കിടയ്ക്ക് വരാവുന്നൊരു സ്ഥലമാണ്. ആ ഒരു കടലിന്റെ ഭംഗിയും സൺസെറ്റും ഒക്കെ ഒത്തിരി നല്ലതായിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം ഈ സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് അവിടെ കുറച്ചു നേരം ചില്ല് ചെയ്തു. അപ്പൊ മോൾക്ക് ഈ ഹോഴ്സിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഹോഴ്സിൽ ഒരു 100 റുപ്പീസ് എന്തോ ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് വെട്ടുകാട് പള്ളിയിലായിരുന്നു. അവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ വളരെ അടുത്തായിരുന്നു. അവിടെ പോയി പ്രാർത്ഥിച്ചു. ഞങ്ങൾ പോയ ദിവസം എന്ന് പറയുന്നത് ഒക്ടോബർ 31 ആയിരുന്നു. അപ്പം പ്രദക്ഷിണം അവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. അടുത്തായിട്ട് ഞാനിങ്ങനെ പോകുന്ന വഴിക്കാണ്, ഞങ്ങൾ നടന്നു പോകുന്ന വഴിക്കാണ് ഈ മഹാബോളി എന്ന് പറയുന്ന കട. ഇന്റർനെറ്റിൽ ഭയങ്കര ഫേമസ് അല്ലേ. അപ്പൊ അവിടെ ജസ്റ്റ് പോയിണ്ടായിരുന്നു. ഇന്നത്തെ ബോളിയും പായസം വളരെ ഫേമസ് ആണ്, ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ ഞങ്ങളവിടെ പോയപ്പോൾ പായസം തീർന്നു പോയി, അപ്പോൾ അതുകൊണ്ട് കിട്ടിയില്ല. ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും ഒത്തിരി രാത്രിയായിരുന്നു. അപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് കാണാൻ മാത്രമേ പറ്റിയുള്ളൂ. അങ്ങനെ എല്ലാം കണ്ടിട്ട് അന്ന് ഞങ്ങൾ ട്രിവാൻഡ്രം ട്രിപ്പ് അവിടെ അവസാനിക്കുകയാണ്.